ഈ വർഷം നിങ്ങൾ PSCയിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അതായത് നമ്മളെല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നിങ്ങൾ ഈ കറണ്ട് അഫെയർ പഠിച്ച ഒരാളാണെങ്കിൽ ആൻസർ ചെയ്യുക ഗുജറാത്ത് എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് ഗുജറാത്ത് അല്ല. ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. 2022 നമ്മുടെ ടൈഗർ സെൻസസ് പ്രകാരം 785ഓളം ടൈഗേഴ്സിനെ കണ്ട മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ടൈഗർ ഉള്ള നമ്മുടെ ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഗുജറാത്ത് എഴുതാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ട് നിങ്ങൾ കറണ്ട് അഫെയറിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഗുജറാത്തിൽ ഒരു ടൈഗർ മധ്യപ്രദേശിൽ നിന്ന് നടന്നു വന്ന് ബോർഡർ കടന്നിട്ട്, ഈ ടൈഗേഴ്സിന് ബോർഡർ ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ അല്ലെ, ബോർഡർ കടന്നിട്ട് രത്തൻ മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വന്യജീവി സങ്കേതത്തിലേക്ക് ഈ ടൈഗർ പ്രവേശിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ 33 വർഷത്തിന് ശേഷം 1992 ശേഷം 33 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ടൈഗറിനെ ഗുജറാത്ത് സ്റ്റേറ്റിൽ കാണുന്നത്. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഗുജറാത്ത് റീക്ലെയിം വിത്ത് സ്റ്റാറ്റസ് ആസ് എ ടൈഗർ സ്റ്റേറ്റ് എന്നാണ്. അപ്പൊ ഇത് വായിക്കുന്ന ഒരാൾ വിചാരിക്കുക ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്നാണ്. ഒരിക്കലുമല്ല. റീക്ലെയിം വിത്ത് സ്റ്റാറ്റസ് ആസ് എ ടൈഗർ സ്റ്റേറ്റ്, അതായത് കടുവകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് ഗുജറാത്ത് വീണ്ടും വന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു കറണ്ട് അഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുജറാത്തിൽ ഒരു ടൈഗറിനെ മാത്രമേ നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. അതേസമയം മധ്യപ്രദേശിൽ 790ഓളം ടൈഗർ ഉണ്ട്. അപ്പൊ ഇതൊരു കാരണവശാലും തെറ്റിക്കരുത്. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആരാണ്? നമ്മുടെ മധ്യപ്രദേശാണ്. ഇനി അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ റീസെന്റ് ആയിട്ട് ഏത് സംസ്ഥാനത്തെയാണ് കടുവ സംസ്ഥാനം എന്ന് വിളിച്ചത്, റീസെന്റ് ആയിട്ട് ഏത് സംസ്ഥാനത്തിലാണ് കടുവയുടെ പ്രസൻസ് കണ്ടത് എന്ന് വരുവാണെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഗുജറാത്ത് എഴുതാം. അപ്പോൾ ഗുജറാത്തിനൊരു പ്രത്യേകതയുണ്ട്. ടൈഗറും ഏഷ്യൻ ലയണും ലെപ്പേർഡും കാണുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിട്ട് ഗുജറാത്ത് മാറിയിട്ടുണ്ട്. കാരണം ഗിറില് നമുക്ക് സിംഹങ്ങളും ഉണ്ട്, ഇപ്പൊ വന്ന ടൈഗറും എത്തി. അതേപോലെ ഗുജറാത്തില് ലെപ്പേർഡ്സിനെയും, അതായത് പുള്ളിപ്പുലികളെയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബൈ.